എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ടെന്ന് പറയാം. പല ആൾക്കാർക്കും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം ചിലപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ്. ഞാൻ വീഡിയോസിലും കണ്ടൊരു മരണ വീട്ടിൽ പോയ പ്രത്യേകിച്ച് സിനിമാ നടന്മാർ, നടിമാർ ആരെങ്കിലും മരണ വീട്ടിൽ പോയ ആരെങ്കിലും കണ്ടൊന്ന് ചിരിച്ച് കാണും. പിന്നെ അവർക്ക് ഫുള്ള് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറേ നാൾ കൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് സാഹചര്യം പറ്റിയിട്ട്. അപ്പോൾ ലാസ്റ്റിൽ നമ്മുടെ ശ്രീനിവാസേട്ടൻ മരിച്ച സമയത്തും ആരോ ഒരു നടി ചിരിക്കുന്ന കാര്യം പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വേറെ പല ആൾക്കാരും ചിരിക്കുന്ന കണ്ടിട്ട് കുറേ കമൻറ്റ് വരുന്നുണ്ട്. അതിൽ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ അമ്മ മരിച്ച സമയത്തും ഇതുപോലെ കുറേ ആൾക്കാർ ചിരിക്കുന്ന കാണിച്ചിട്ട് കുറേ ബാഡ് കമൻറ്റ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ ചിരിക്കുന്ന വെച്ചാൽ സ്മൈലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് അട്ടഹസിച്ച് ചിരിക്കുക, കോമഡി പറഞ്ഞ് ചിരിക്കുക, അതൊന്നും അല്ല ഞാൻ സംസാരിക്കുക. അതൊന്നും പാടില്ല എന്നല്ല, അത് കുറച്ച് കൺട്രോൾ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് സ്മൈൽ, അതായത് നമ്മളൊരു മരണ വീട്ടിൽ പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ പല ആൾക്കാർ പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പല ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടേണ്ടി വരും. അപ്പം മരണ വീട്ടിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളവിടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരോട് ചിരിക്കേണ്ടതായിട്ട് വരാം, സ്മൈൽ ചെയ്യേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ കുറേ നാളിനെ കണ്ടതിന് ശേഷം കാണുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അവിടെ വെച്ചായിരിക്കും നേരിട്ട് കാണുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് അവരെ കാണുമ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് ഒരാളെ കണ്ടില്ല. അപ്പം ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് പോയി, അപ്പോൾ ആ ആൾ ഓപ്പോസിറ്റ് നിൽക്കുന്നു. അപ്പോൾ ആ ആളെ കാണുമ്പോൾ നമ്മൾ മുഖം വീർപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. ഒന്ന് സ്മൈൽ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. മരണ വീട്ടിൽ പോയാൽ ചിരിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം, സ്മൈൽ ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, ചില സമയത്ത് അറിയാണ്ട് വികാരങ്ങളൊക്കെ വന്നു പോകും. ചിലപ്പോൾ ചിരിച്ചു പോകും. അട്ടഹസിച്ചിരിക്കുന്ന കാര്യമല്ല പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ റിലേറ്റീവായിട്ടുള്ള മരണ വീട്ടിലിരിക്കുന്ന മക്കളും അല്ലെങ്കിൽ റിലേറ്റീവായിട്ടുള്ള ആൾക്കാർ പോലും പല ആൾക്കാരെ കാണുമ്പോൾ എണ്ണിച്ചു കൊടുക്കുന്നുണ്ട്. പല ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. പല ആൾക്കാരെ കാണുമ്പോൾ ചെയ്യുന്നുണ്ട്, ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട് ചെല്ലുമ്പം. അതൊന്നും ഇതിൽ പെടുന്നില്ല. പല നടികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും വന്നിട്ട് ഇപ്പം നമ്മളൊരു പരിചയക്കാരെ വന്നിട്ട് ഹായ് എന്ന് കാണിക്കുമ്പോൾ, ഒരു ഹലോ പറയുമ്പോൾ, മരണ വീട്ടിൽ ചെല്ലുമ്പം നമ്മൾ മിണ്ടാതെ അവരെ കാണുമ്പം മുഖം വീർച്ച് ഇങ്ങനെ ഇരിക്കണം. വിഷമം അഭിനയിച്ച് കാണിക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിഷമം സ്വാഭാവികമായിട്ട് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരില്ല, ഒന്നും ഉള്ളിൽ കാണും. പക്ഷേ എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒരു ഗ്യാപ്പുള്ള റിലേറ്റീവൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്തുള്ളവരെ കാണുമ്പോൾ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ വർത്താനം പറയേണ്ടി വരും, ചിലപ്പോൾ സ്മൈൽ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വരും. അതിലെവിടെയാണ് നെഗറ്റീവ് എന്നാണ് എനിക്ക് മനസ്സിലാവുക. എവിടെയാണ് തെറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന ക്യാമറമാന്മാരെല്ലാം കൂടെ പിടിച്ച് കയറി, ഉടിച്ച് കയറി, അകത്ത് കയറി മരിച്ചു കിടക്കുന്ന ആടെ മുന്നിൽ നിൽക്കുന്നതിന് ഒരു പ്രശ്നവും ഇവർക്ക് കാണുന്നില്ല. പക്ഷേ ഒരു പരിചയക്കാരെ കാണുമ്പോൾ ആരെങ്കിലും ചിരിച്ച് കാണിച്ചാൽ അതാണ് പ്രശ്നം. ഇപ്പോൾ പല വീടുകളിൽ ഇപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു വലിയൊരു ബിഗ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ 100 കൂട്ടം ക്യാമറകൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇതൊക്കെ ഇവർ കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ചെല്ലും, മരണ വീട്ടിൽ ചെല്ലും, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള മരണ വീട്ടിൽ ചെന്നാൽ എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് കുടിക്കും. വൈകിട്ട് കഴിച്ച് കഴിയുമ്പോൾ വെള്ളവടിയായിരിക്കും. അടക്കം കഴിയുന്ന മരിച്ചപ്പം തൊട്ട് കുപ്പിക്കുള്ള ബഹളമായിരിക്കും ആൾക്കാർ ചെയ്യുന്നത്, അല്ലേ? അല്ലാണ്ട് മരിച്ചെന്ന് നമുക്ക് ദുഃഖിച്ച് നടക്കില്ല. അവർ വേറെ രീതിയിൽ അവർ വെള്ളമടിക്കുന്നു, മരണ വീട്ടിൽ സദ്യ ഉണ്ടാക്കി, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്, ചായ ഉണ്ട്, കാപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ലേ? ഒരു സ്മൈൽ ചെയ്തതിനാണ് ഇത്രമാത്രം പ്രശ്നം, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തായാലും മരണ വീട്ടിൽ പോയി എന്ന് ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. പക്ഷേ സ്വഭാവമാണ്, മനുഷ്യനാണ് പുള്ളി എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യനാണ്, നമ്മൾ ചിലപ്പോൾ ചിരിച്ചു പോകും. എന്ന് വെച്ചാൽ അട്ടഹസിച്ചിരിക്കുകയല്ല ഞാൻ പറയുന്നത്. വീണ്ടും വീണ്ടും പറഞ്ഞ് അട്ടഹസിച്ചിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പൊതുവേ നമ്മൾ അടുത്ത് വരുന്ന ഫ്രണ്ട്സിനെ ആകും, ചിലപ്പോൾ ദൂരെയുള്ളൊരു റിലേറ്റീവ് ആകും, ചിലപ്പം കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന വ്യക്തികളായിരിക്കും. നമ്മളൊരു മരണ വീട്ടിലായിരിക്കും ചിലപ്പോൾ ഇതിൽ പൊതുവേദിയിൽ ചെല്ലുമ്പോഴായിരിക്കും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിരിക്കും, അല്ലേ? അല്ല അവിടെ ചെന്നിട്ട് വേറെ രീതിയിൽ പെരുമാറുക. അപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ സിനിമ നടൻ ഇവനിങ്ങനെ നോക്കുന്നുണ്ട്, ഒരാൾ ചിരിച്ചിങ്ങനെ പോകുമ്പം. അതൊന്നും പാടില്ല കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. തമാശ പറഞ്ഞ് അങ്ങനെ അതൊന്നും പാടില്ല. ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. കാരണം നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണം. സ്വാഭാവികമായിട്ടും മനുഷ്യരാകുമ്പോൾ പല വികാരങ്ങളും വരും. പക്ഷേ എല്ലാം കൺട്രോൾ ചെയ്യാം. പക്ഷേ സ്മൈലിനോട് എനിക്കൊരു എതിർപ്പും തോന്നുന്നില്ല. പല കമൻറ്റുകളും വരുന്നു, അട്ടഹസിച്ച് ചിരിക്കുന്നു. അവരവർക്ക് വരുമ്പോഴേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നി പല ആൾക്കാരും ഇതിനെക്കുറിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയത് ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.